ലോകത്തെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ് റിലയൻസ് ഗ്രൂപ്പ് ഉടമസ്ഥതയിൽ ഗുജറാത്തിലുള്ള ജാംനഗർ റിഫൈനറി. 7500 ഏക്കറിലധികം വിസ്തൃതിയുള്ള ഈ വമ്പൻ സമുച്ചയത്തിനുള്ളിൽ 3000 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു കൃത്രിമ വനം. സ്റ്റാർ ഓഫ് ദി ഫോറസ്റ്റ് എന്നർത്ഥം വരുന്ന വൻതാര. റിലയൻസ് ഗ്രൂപ്പ് വന്യമൃഗങ്ങൾക്കായി നടത്തിയ എക്കാലത്തെയും വലിയ നിക്ഷേപമാണ് ഇതെന്ന് പറയാം. കൊടും വനത്തിന്റെ തനതായ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് മൃഗങ്ങൾക്ക് പുനരധിവാസം നടപ്പാക്കുന്ന പദ്ധതിയെ ജീവികളുടെ സേവാലയമെന്നാണ് വൻതാരയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അനന്ത് അംബാനി വിശേഷിപ്പിച്ചിരുന്നത്. ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്ന വന്യജീവികളെ കൊണ്ടുവന്ന് ഒരു മനുഷ്യൻ പോലും കൊതിച്ചു പോകുന്ന തരത്തിൽ സുഖചികിത്സയും ആഡംബരവാസവും ഉറപ്പാക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഫൗണ്ടേഷൻ പറയുന്നു. പോർട്ടബിൾ എക്സ്റേ മെഷീനുകൾ, എൻഡോസ്കോപ്പിക് റോബോട്ടിക് സർജറി മെഷീനുകൾ, 6 ശസ്ത്രക്രിയാ കേന്ദ്രങ്ങൾ, ഹൈഡ്രോതെറാപ്പി പൂളുകൾ, പ്രത്യേക മസാജുകൾ തുടങ്ങി ആനകൾക്ക് വേണ്ടി മാത്രം 25,000 ചതുരശ്ര അടി വിസ്തീർണം വരുന്ന ഒരു ആശുപത്രി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അനന്ത് അംബാനിയുടെ വാക്കുകൾ പോലെ വൻതാര ശരിക്കും മൃഗങ്ങൾക്കുള്ള സേവാലയം തന്നെയാണോ, അതോ വന്യജീവി കടത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനുമുള്ള ഒരു മറയോ? സുപ്രീം കോടതിയിലെത്തിയ 2 പൊതുതാൽപര്യ ഹർജികളാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. തുടർന്ന് മൃഗസംരക്ഷണം, സാമ്പത്തിക തിരിമറി, വന്യജീവി കടത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. ഗുജറാത്തിലെ ജാംനഗറിൽ അനന്ത് അംബാനി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വൻതാരയിൽ ക്രമക്കേടുകൾ നടക്കുന്നുവെന്നാരോപിച്ച പൊതുതാൽപര്യ ഹർജിയിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നാണ് സുപ്രീം കോടതിയുടെ നിലപാട്. ജസ്റ്റിസുമാരായ പങ്കജ് മിത്തൽ, ടി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ച് മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ജെ ചെലമേശ്വറിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സത്യമെന്താണെന്നുറപ്പിക്കാൻ ഒരു സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് തറപ്പിച്ചു പറയുകയാണ് കോടതി. 2025 സെപ്റ്റംബർ 12-നകം SIT റിപ്പോർട്ട് സമർപ്പിക്കാനും സെപ്റ്റംബർ 15-ഓടെ കേസിൽ വാദം കേൾക്കാനുമാണ് നീക്കം. അതേസമയം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ തുടങ്ങിയ പ്രശസ്ത രാജ്യാന്തര സർവകലാശാലകളും സംഘടനകളും സഹകരിക്കുന്ന വൻതാര അത്യാധുനിക സംവിധാനങ്ങൾ മൃഗങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. 2024 ഫെബ്രുവരി 26-ന് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ച വൻതാര 2025 മാർച്ച് 4-നായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഷാറുഖ് ഖാൻ, വിരാട് കോഹ്ലി, ദീപിക പദുക്കോൺ, രൺവീർ സിംഗ് എന്നിവരുൾപ്പെടെ നിരവധി സെലിബ്രിറ്റികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൻതാര സന്ദർശിച്ചപ്പോൾ എടുത്ത ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്തിരുന്നു. 2024 ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 200-ലധികം ആനകൾ ഉൾപ്പെടെ 43 ഇനങ്ങളിലായി 2000-ലധികം മൃഗങ്ങളാണ് വൻതാരയിലുള്ളത്. ഇന്ത്യയിലും വിദേശത്തുമായി പരിക്കേറ്റതും പീഡിപ്പിക്കപ്പെടുന്നതുമായ വന്യജീവികളെ കൊണ്ടുവന്ന് ICU, MRI, CT സ്കാനുകൾ, അൾട്രാസൗണ്ട്, ഡയാലിസിസ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ചികിത്സ നൽകുമെന്ന് അംബാനി പറഞ്ഞിരുന്നു. മൃഗഡോക്ടർമാർ, പോഷകാഹാര വിദഗ്ധർ, പാത്തോളജിസ്റ്റുകൾ തുടങ്ങി 2100-ഓളം വരുന്ന ജീവനക്കാരെയാണ് ഇതിനായി ഏർപ്പാടാക്കിയിരിക്കുന്നത്. വൻതാരയിലെ ടാർസൻ ആനയ്ക്ക് നടത്തിയ തിമിര ശസ്ത്രക്രിയയും സെറ എന്ന ബർമീസ് പെരുമ്പാമ്പിന് വയറിൽ നടത്തിയ ശസ്ത്രക്രിയയും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എന്നാൽ മനുഷ്യത്വപരവും ദൈവികവുമായ സേവയാണ് മൃഗസംരക്ഷണമെന്നും സുവോളജിക്കൽ പാർക്കായല്ല ഒരു സേവാലയമായിട്ടാണ് വൻതാരയെ കാണുന്നതെന്നും അവകാശപ്പെട്ട ഇതേയിടത്ത് നടക്കുന്നത് അഴിമതിയും മൃഗങ്ങൾക്ക് നേർക്കുള്ള പീഡനവുമാണെന്ന ആരോപണം റിലയൻസ് ഗ്രൂപ്പിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ്. നിയമപരമായ നടപടിക്രമങ്ങളില്ലാതെ ക്ഷേത്രങ്ങളിൽ നിന്നും സ്വകാര്യ ഉടമകളിൽ നിന്നും വൻതാര ആനകളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ അന്താരാഷ്ട്ര വ്യാപാരത്തെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ റിലയൻസ് പാലിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷിക്കണം. മൃഗങ്ങളുടെ പ്രജനന രീതികൾ, വൻതാരയിൽ മരിച്ചുവീഴുന്ന വന്യജീവികൾ, ജാംനഗറിലെ കാലാവസ്ഥ ഇവയിൽ ചെലുത്തുന്ന സ്വാധീനം തുടങ്ങിയവയിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തൽ, ഇതെല്ലാമാണ് ഹർജിക്കാർ മുന്നോട്ടുവയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. കൂടാതെ വൻതാരയ്ക്കുള്ളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായും ഹർജിക്കാർ ആരോപിച്ചിട്ടുണ്ട്. അതിനാൽ ഇത്തരം വിഷയത്തിലെല്ലാം അന്വേഷണം നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ 9 പേജുള്ള ഉത്തരവ് ആവശ്യപ്പെടുന്നു.
അതേസമയം സുപ്രീം കോടതിയുടെ ഉത്തരവ് അങ്ങേയറ്റം ആദരവോടെ തങ്ങൾ അംഗീകരിക്കുന്നതായും തങ്ങളുടെ പൂർണ്ണ സഹകരണമുണ്ടാകുമെന്നും വന്താര പ്രതികരിച്ചു. മാത്രമല്ല, ഊഹാപോഹങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം സുതാര്യമായി നടക്കണമെന്നും ഫൗണ്ടേഷൻ കൂട്ടിച്ചേർത്തു.